നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ ശരവേഗത്തിൽ പറന്നു. ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രതയിൽ. കാശ്മീർ അതിർത്തിയിൽ സൈന്യം വൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. കാശ്മീരിലെ പൂഞ്ച് സെക്ടറിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം 2 പാക് യുദ്ധവിമാനങ്ങൾ അതിവേഗത്തിൽ പറന്നതായാണ് വാർത്ത. നിയന്ത്രണ രേഖയ്ക്ക് 10 കിലോമീറ്റർ ദൂരത്തിലാണ് സൂപ്പർസോണിക് വിമാനങ്ങൾ കണ്ടതെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തെ തുടർന്ന് വ്യോമസേനയും റഡാർ സംവിധാനവും അതീവ ജാഗ്രത തുടരുകയാണ്. മാർച്ച് ആദ്യവാരം പാകിസ്ഥാൻ ഡ്രോണുകൾ അതിർത്തി ലംഘിച്ചിരുന്നു. അതിർത്തി ലംഘിച്ച 4 ആളില്ലാ വിമാനങ്ങൾ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും പൂഞ്ചിൽ അതിർത്തി ലംഘിച്ച പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് യുദ്ധവിമാനങ്ങൾ അതിർത്തിക്ക് സമീപം നിരീക്ഷണ പറക്കൽ നടത്തിയത്. ഇതിൽ വ്യോമസേനയുടെ പ്രതിരോധ റഡാർ സംവിധാനമാണ് ചൊവ്വാഴ്ച രാത്രിയോടെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെത്തിയ പാക് യുദ്ധവിമാനങ്ങൾ കണ്ടെത്തിയത്. സോണിക് വിമാനങ്ങളുടെ വൻ ശബ്ദം പ്രദേശത്ത് കേട്ടതായും റിപ്പോർട്ടുണ്ട്. സാധാരണ വിമാനങ്ങളെക്കാൾ 2 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സൂപ്പർസോണിക് വിമാനത്തിന് റഡാറുകളെ കളിപ്പിച്ച് മുന്നേറാനാകും. അത്യുജ്വലമായ ശബ്ദം ഇതിന്റെ പ്രത്യേകതയുമാണ്. ഇതിന്റെ ശബ്ദം ഇടിമുഴക്കമായി ഭൂമിയിലെ കെട്ടിടങ്ങളെ വരെ നിലം പതിപ്പിക്കും. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചെത്തി യുദ്ധഭീതി ഉളവാക്കി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് വീണ്ടും പാക് പ്രകോപനം ഉണ്ടാകുന്നത്. ഫെബ്രുവരി 27-ന് വ്യോമാതിർത്തി ലംഘിച്ച പാക് F-16 പോർ വിമാനങ്ങളെ തുരത്തുന്നതിനിടെയാണ് വ്യോമസേനയുടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ പാക് കസ്റ്റഡിയിലാക്കിയത്. ഇന്ത്യൻ യുദ്ധവിമാനമായ MiG-21 ബൈസൺ പറത്തി പാക് F-16 വിമാനത്തെ തുരത്തുന്നതിനിടെ നിയന്ത്രണം നഷ്ടമായി പാക് അധീന കാശ്മീരിൽ ഇന്ത്യൻ വിംഗ് കമാൻഡർ പാരച്യൂട്ട് വഴി നിലം പതിക്കുകയായിരുന്നു. സോണിക് വിമാനങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിച്ചതോടെ ഇന്ത്യ മേഖലയിൽ അതിവേഗ മിസൈലുകൾ വിന്യസിക്കാൻ തീരുമാനിച്ചതായും അറിയുന്നു. പാകിസ്ഥാൻ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമയം ഒരു തിരിച്ചടിക്കും ആക്രമണത്തിനുമായി ഉപയോഗിക്കുമോ എന്നും ആശങ്കയുണ്ട്. ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിലാണ്. കാരണം പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടായാൽ തെരഞ്ഞെടുപ്പ് പോലും ചിലപ്പോൾ നിർത്തിവെക്കേണ്ടി വന്നേക്കാം. ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനും ഇല്ലാതാക്കാനും ഇന്ത്യൻ സൈന്യം വൻ ജാഗ്രതയിലാണ്. പാകിസ്ഥാനിൽ ജനാധിപത്യ ഭരണകൂടത്തെയും ജനാധിപത്യത്തെയും അംഗീകരിക്കാത്ത ഒരു പട്ടാള സംവിധാനമാണുള്ളത്. ആ സ്ഥാനത്താണ് ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ ജനാധിപത്യത്തിനായി രാപ്പകൽ ജീവത്യാഗത്തിനും തയ്യാറായി രാപ്പകൽ കാവൽ നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.